Hello guys, welcome back to Unlimited Codes. ഇന്നത്തെ വീഡിയോ +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലെ പോയിന്റേഴ്സ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എന്താണ് പോയിന്റേഴ്സ് എന്ന് നോക്കാം. പോയിന്റേഴ്സ് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് എവിടെയാണ് ആ പുസ്തകം കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു ലൈബ്രറിയൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ഹെൽപ്പ് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ഒരു ലൈബ്രറിയനെ അല്ലെങ്കിൽ ആ ടീച്ചറിനെ റെഫറൻസ് എന്ന് പറയാം. അതുപോലെ നിങ്ങളുടെ കയ്യിലൊരു വേരിയബിൾ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. പക്ഷേ ആ വേരിയബിൾ എവിടെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതായത് ആ മെമ്മറി അഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് വേണം, ആ ഒരു അഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോയിൻ്റർ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണാം ഇൻറ്റ് നം ഈക്വൽ ടു 25 എന്നുള്ളത്. നമുക്കറിയാം ഇൻറ്റ് എന്നുള്ളത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്, നം വേരിയബിളാണ്. 25 എന്നുള്ളത് ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ഇനി ഈ 25 എന്നുള്ള വാല്യൂ മെമ്മറി അലോക്കേഷൻ എവിടെയാണ് എന്ന് ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. അതായത് 1001, 1002, 1003 ആൻഡ് 1004 എന്നുള്ള സെൽസിലാണ്, മെമ്മറിയിലെ സെൽസിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം ഇൻറ്റ് എന്നുള്ളത് 4 ബൈറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് 4 സെൽസിലായിട്ടാണ് 25 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറി അഡ്രസ്സ് നമ്മൾ ഈ 4 സെൽസും പറയാതെ 1001 എന്നുള്ളതാണ് അതിൻ്റെ മെമ്മറി അഡ്രസ്സായിട്ട് പറയുന്നത്. കാരണം തുടങ്ങുന്ന സെല്ലിൻ്റെ അഡ്രസ്സാണ് എപ്പോഴും നോക്കാറ്. അപ്പോൾ 1001 ആണ് ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ്. നമുക്കറിയാം ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതിന് എൽ വാല്യൂവും ആർ വാല്യൂവും ഉണ്ടാവും. എൽ വാല്യൂ എന്ന് വെച്ചാൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ്, ആർ വാല്യൂ അതിൻ്റെ കണ്ടൻറ്റ് അതായത് വാല്യൂ. ഇനി പോയിൻ്ററിൻ്റെ ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. പോയിൻ്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളിനാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു 25 എന്ന വാല്യൂവിൻ്റെ നം എന്നുള്ള വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് 1001 എന്നാണ്. ആ 1001 എന്നുള്ള മെമ്മറി അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് പോയിൻ്റർ. അടുത്ത സെക്ഷനാണ് ഡിക്ലറേഷൻ ഓഫ് പോയിൻ്റർ വേരിയബിൾ. നമ്മളൊരു പോയിൻ്റർ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യണം എന്നുള്ള സിൻടാക്സ് നൽകിയിട്ടുണ്ട്. ഡേറ്റ ടൈപ്പ് asterisk symbol, then variable. Data type any user defined or a fundamental data type. Variable identifier ആണ്. ഈ ഡേറ്റ ടൈപ്പിന് വേരിയബിളിൻ്റെ ഇടയിൽ ഒരു ആസ്റ്ററിക് സിമ്പിൾ, അതായത് ആ സ്റ്റാർ സിമ്പിൾ നമ്മൾ നൽകണം. അതൊരു പോയിൻ്റർ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇൻറ്റ് സ്പേസ് ആസ്റ്ററിക് സിമ്പിൾ PTR1 പോയിൻ്റർ 1 സെമിക്കോളൻ. അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ വേണമെങ്കിലും ഒരു പോയിൻ്ററായിട്ട് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ദി ഓപ്പറേറ്റേഴ്സ് ആംപേഴ്സൻഡ് ആൻഡ് ആസ്റ്ററിക്. നമ്മൾ ആംപേഴ്സൻഡ് യൂസ് ചെയ്യുന്നത് വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാനാണ്. അതായത് ആംപേഴ്സിനെ നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആർ വാല്യൂ ഉണ്ട്, എൽ വാല്യൂ ഉണ്ട്. ഇനി എൽ വാല്യൂ അതായത് അഡ്രസ്സ് വാല്യൂ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആംപേഴ്സൻഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശരിക്കും മനസ്സിലാവും. പോയിൻ്റർ 1 എന്നുള്ളൊരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തില്ല, അതുപോലെ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് അവിടെ നം എന്നുള്ളൊരു വേരിയബിൾ കൂടിയുണ്ട്. ഇൻറ്റ് നം ഈക്വൽ ടു 25 എന്ന് ചെയ്തില്ല, അതുപോലെ. അപ്പോൾ നമ്മൾ ഈ നമ്മിൻ്റെ അഡ്രസ്സാണ് 1001. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിൻ്റർ 1 എന്നുള്ള പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി 1001 ഈ പോയിൻ്റർ 1ൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള എക്സ്പ്രഷൻ പോയിൻ്റർ 1 ഈസ് ഈക്വൽ ടു ആംപേഴ്സൻഡ് നം എന്ന് നമ്മൾ കൊടുക്കണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതായത് ഇവിടെ ചെയ്യുന്നത്
പോയിൻ്റർ 1 നമ്മൾ ഡിക്ലെയർ ചെയ്ത പോയിൻ്റർ 1ലേക്ക് നം എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. പോയിൻ്റർ 1ന് അതിൻ്റേതായ മെമ്മറി അഡ്രസ്സ് ഉണ്ട്, അതായത് 1500. പക്ഷെ പോയിൻ്റർ 1ൻ്റെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നം എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അടുത്ത ഒരു ഓപ്പറേറ്ററാണ്, അതായത് നേരത്തെ കണ്ടു ആസ്റ്ററിക് സിമ്പിൾ. അതിന് നമ്മൾ ഇൻഡയറക്ഷൻ ഓർ ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഇനി നമുക്കറിയാം ഇവിടെ പോയിൻ്റർ 1ൽ മെമ്മറി അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ആ മെമ്മറിയിൽ ആ സ്പെസിഫിക് മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ ഏതാണെന്ന് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡയറക്ഷൻ ഓർ ഡീറെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. സി ഔട്ട് ആസ്റ്ററിക് സിമ്പിൾ, അതായത് ഡീറെഫറൻസ് ഓപ്പറേറ്റർ പോയിൻ്റർ 1. അപ്പോൾ ഇതിലെന്താണ് റിട്രീവ് ചെയ്യുന്നത് വെച്ചാൽ ഈ പോയിൻ്റർ 1 എന്നുള്ള, അതായത് 1001ലുള്ള അഡ്രസ്സിലുള്ള വാല്യൂവിനെയാണ് റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം 1001ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 25 ആണ്. അപ്പോൾ ഇവിടെ സി ഔട്ട് സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 25 ആയിരിക്കും. കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. ഇവിടെ കാണാം സി ഔട്ട് ആംപേഴ്സൻഡ് നം. ആംപേഴ്സൻഡ് യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് അഡ്രസ്സ്? നമ്മിൻ്റെ അഡ്രസ്സ് 1001 ആയിരുന്നു, അപ്പോൾ അതായിരിക്കും ഔട്ട്പുട്ട്. സി ഔട്ട് PTR1, അതായത് PTR1 ഈക്വൽ ടു ആംപേഴ്സൻഡ് നം എന്ന് നൽകിയിരുന്നു, അതുകൊണ്ട് ഇവിടെയും ഔട്ട്പുട്ട് 1001 ആണ്. നെക്സ്റ്റ് സി ഔട്ട് നം 25 ആണ് അതിൻ്റെ വാല്യൂ, അതുകൊണ്ട് 25 ആയിരിക്കും ഔട്ട്പുട്ട് തരിക. ഇനി സി ഔട്ട് ആസ്റ്ററിക് സിമ്പിൾ PTR1, അതായത് പോയിൻ്റർ 1 അതിലുള്ള 1001 എന്നുള്ള അഡ്രസ്സിലുള്ള വാല്യൂ അറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ അതിലുള്ള വാല്യൂ 25 ആയിരുന്നു, അപ്പോൾ അതായിരിക്കും ഔട്ട്പുട്ട്. ഇനി സി ഔട്ട് ആംപേഴ്സൻഡ് PTR1, അതായത് പോയിൻ്റർ 1 എന്നുള്ള പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് അത് 1500 ആണ്, നേരത്തെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ സി ഔട്ട് ആസ്റ്ററിക് സിമ്പിൾ നം, അത് എററാണ്, കാരണം അങ്ങനെ ഒരു പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സെക്ഷൻ മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. നമുക്ക് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നിങ്ങനെ 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുമ്പ് തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കും. അതായത് എത്ര മെമ്മറി വേണം എന്നുള്ളത് ഓൾറെഡി അത് അലോക്കേറ്റ് ചെയ്തതാണ് എക്സിക്യൂഷന് മുമ്പ്. അതിൽ നിന്ന് കുറയുകയോ കൂടുകയോ ചെയ്യില്ല. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിൽ നിന്ന് കുറയാനോ കൂടാനോ പോകുന്നില്ല, കാരണം ഓൾറെഡി ഡേറ്റ ടൈപ്സൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്പർ ഓഫ് ഡേറ്റ ടൈപ്സിനും വേരിയബിൾസിനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൺ ടൈമിൽ ഈ മെമ്മറി അലോക്കേഷനിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതിനെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ റൺ ടൈമിൽ ആണ് ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി C++ൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ. അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ന്യൂ എന്ന് വിളിക്കാം. ഇനി ഈ നമ്മൾ റൺ ടൈമിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഡി അലോക്കേറ്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ഇനി ഈ ന്യൂ ആൻഡ് ഡിലീറ്റ് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതേണ്ടതെന്ന് എന്നുള്ള സിൻടാക്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സിൻടാക്സ് നോക്കാം. പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ സ്പേസ് ഡേറ്റ ടൈപ്പ്. നമ്മൾ ഓൾറെഡി പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കും. എന്നിട്ട് അത് പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്. ഇനി നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ എപ്പോഴും ഫ്രീ ചെയ്യണം അവസാനം. അതിന് നമ്മൾ ഡിലീറ്റ് എന്നുള്ള
ഡീഅലോക്കേറ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാം നമ്മൾ വാല്യൂ വേണമെങ്കിൽ, അതായത് പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് വാല്യൂ എന്നുള്ള സിൻടാക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിന് വാല്യൂ നൽകാൻ പറ്റും. അതായത് പോയിൻ്റർ വേരിയബിളിന് വാല്യൂ ബ്രാക്കറ്റിനകത്ത് നൽകാം. ഇവിടെ SIPTR ഇതൊരു പോയിൻ്റർ വേരിയബിളാണ്. ഈക്വൽ ടു ന്യൂ ഷോർട്ട് ഓഫ് 0. ഷോർട്ടാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ്. ഇപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണ്. അങ്ങനെ ഇനീഷ്യലൈസും ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നൽകിയിട്ടുണ്ട് ഡിലീറ്റിൻ്റെ സിൻടാക്സ്, ഡിലീറ്റ് സ്പേസ് പോയിൻ്റർ വേരിയബിൾ. നെക്സ്റ്റ് സെക്ഷനാണ് മെമ്മറി ലീക്ക്. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അലോക്കേറ്റ് ചെയ്ത ഈ മെമ്മറി നമ്മൾ ഫ്രീ ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മൾ ഈ കാര്യങ്ങളുടെയൊക്കെ ശേഷം അവസാനം മെമ്മറി നമ്മൾ വിട്ടു കൊടുത്തില്ലെങ്കിൽ അതിനെ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും അതിനൊരു ഉപകാരം ഇല്ലാതായി മാറുകയും ചെയ്യും. കാരണം നമ്മളത് റിലീസ് ചെയ്തിട്ടില്ല. ഡിലീറ്റ് എന്ന് നൽകാതെ അതൊരിക്കലും റിലീസ് ചെയ്യില്ല. അപ്പോൾ ഓരോ എക്സിക്യൂഷൻ്റെ ടൈമിലും ഇങ്ങനെ ഓരോ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ബ്ലോക്ക് ഇങ്ങനെ കൂടുകയല്ലാതെ അതിനെ ഒരു യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ അതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള പ്രത്യേക കാരണങ്ങൾ, അതായത് റീസൺസ് നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതാൻ മറന്നായിരിക്കും. രണ്ടാമത്തത് നമ്മളുടെ പ്രോഗ്രാമിങ്ങിൽ ഡിലീറ്റ് എഴുതിയിട്ടുണ്ടാകും, പക്ഷേ എന്തെങ്കിലും ലോജിക്കൽ എററോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരും, മെമ്മറി ഡീഅലോക്കേഷൻ നടന്നില്ല എന്ന് വരും. ഇനി assigning the address returned by new operator to a pointer that was already point to an allocated object എന്നിങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ട് മെമ്മറി ലീക്ക് നടക്കാം. അടുത്ത സെക്ഷൻ ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. അതായത് നമുക്കറിയാം പോയിൻറ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറി അഡ്രസ്സാണ്. അപ്പോൾ അതൊരു ന്യൂമറിക് വാല്യൂ ആണ്. സോ നമുക്കതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും റിലേഷണൽ ഓപ്പറേഷൻസും പോസിബിളാണ്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നോക്കാം. അപ്പോൾ അതിന് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് ഇവിടെ. ഇൻറ്റ് .1 .2 എന്നിങ്ങനെ 2 പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. .1 ഈക്വൽ ടു ന്യൂ ഇൻറ്റു 5. അത് .1നെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ് ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ കാണാം. സോ ഇൻ്റാണ് ഡേറ്റ ടൈപ്പ്. സോ അതിൻ്റെ വാല്യൂ 5 ആണ്. ഇനി നമ്മൾ 1000 ആണ് അതിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്ന് നമ്മൾ വിചാരിക്കുക. നമുക്കറിയില്ല അതെവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, പക്ഷേ 1000 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. .2 ഈസ് ഈക്വൽ ടു .1 + 1. ഇവിടെ .1ൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, ഇൻറ്റിജർ ആണ്. സോ നമുക്കറിയാം 4 ബൈറ്റ്സ് ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ .1 + 1 എന്ന് നൽകുമ്പോൾ അഡ്രസ്സ് 1000 ആയിരുന്നു. അപ്പോൾ അഡ്രസ്സ് 1000 to 1003 ആയിരിക്കും, കാരണം 4 ബൈറ്റ്സ് ഉണ്ടാവും. +1 എന്ന് നൽകുമ്പോൾ നെക്സ്റ്റ് ഇൻറ്റിജർ ലൊക്കേഷൻ, വെരി നെക്സ്റ്റ് ഇൻറ്റിജർ ലൊക്കേഷൻ ഏതാണ്? 1004 ആണ്. അതായത് 1000 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സ് .1ൻ്റെ. അത് 4 ബൈറ്റ് ആയതുകൊണ്ട് 1000 to 1003 വരെ ഈ .1 അലൊക്കേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് +1 അതിൻ്റെ വെരി നെക്സ്റ്റ് ലൊക്കേഷൻ 1004 ആണ്. അപ്പോൾ അതാണ് .2ൽ സ്റ്റോർ ചെയ്തിരിക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ++.2. അതെന്ന് വെച്ചാൽ .2 ഈക്വൽ ടു .2 + 1. ഓക്കെ. ഇനി cout .1 എന്താണ്? .1ൻ്റെ വാല്യൂ എന്താ? നേരത്തെ പറഞ്ഞു, അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് 1000. ഇനി cout ആസ്ട്രിക് സിമ്പിൾ നൽകിയിട്ടുണ്ട്. .1 സ്റ്റാർ .1 എന്താ അതിനർത്ഥം? അതിൻ്റെ വാല്യൂ ആണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്. വാല്യൂ നേരത്തെ 5 ആയിരുന്നു നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത്. ന്യൂ ഇൻറ്റു 5 എന്ന് കണ്ടില്ല, അപ്പോൾ 5 ആണ് ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പോൾ സ്റ്റാർ .1 എന്ന് പറയുമ്പോൾ 5 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. cout .2
നേരത്തെ നമ്മൾ പറഞ്ഞു പോയിൻ്റർ 2 ഈക്വൽ ടു പോയിൻ്റർ 1 പ്ലസ് 1. സോ അതിൻ്റെ വാല്യൂ 1004 ആയിരുന്നു. അപ്പോൾ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. റിലേഷണൽ ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. നമുക്ക് 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പോയിൻറ്റേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്പറേറ്റേഴ്സേ ഉള്ളൂ. ഈക്വാലിറ്റി ആൻഡ് നോൺ ഈക്വാലിറ്റി. അതായത് ഈക്വൽ പിന്നെ നോട്ട് ഈക്വൽ എന്നുള്ള ആ സിമ്പിൾസ് ഓപ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് 2 പോയിൻറ്റേഴ്സ് ഈക്വൽ ആണോ അല്ല ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 പോയിൻറ്റേഴ്സ് ഉണ്ട്, പി ആൻഡ് ക്യൂ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഈക്വൽ ടു ക്യൂ അല്ലെങ്കിൽ പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് നമുക്ക് നൽകാം. പോയിൻറ്റേഴ്സ് എന്ന ഭാഗത്തിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്.